ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഗൗതമിനെയും നന്ദേനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗൗതം ചോദിക്കുകയാണ്, നിനക്ക് എന്ത് സമ്മാനമാണ് ഞാൻ തരേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു, എനിക്കൊരു സമ്മാനവും വേണ്ട, ഞാൻ ചോദിക്കുന്നതിന് മറുപടി തന്നാൽ മതി, എനിക്കൊരു ഇൻഫർമേഷൻ തന്നാൽ മതി എന്ന്. സമ്മാനമായിട്ട് ഇൻഫർമേഷൻ ചോദിക്കുന്ന ആദ്യത്തെ ഒരാളാണല്ലോ നമ്മുടെ നന്ദ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗൗതം ഇൻഫർമേഷനോ സമ്മാനമായിട്ടോ എന്താണെങ്കിലും നീ ചോദിച്ചോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ ചോദിച്ചു, ആരായി അഭിരാമി, അതാ എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ഗൗതം ഒന്ന് ഞെട്ടിത്തരിച്ചു നിന്ന് കേട്ടോ. എന്നിട്ട് ഗൗതം ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു, അല്ല നന്ദ എന്താ ഈ ചോദിക്കുന്നത്? അല്ല, എന്തിനാ ഗൗതം സാർ എന്നോട് മറച്ചു വെക്കുന്നത്? അതെന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് പറയാൻ പറ്റില്ല നന്ദ. അതെന്തുകൊണ്ടാണ് സാറിന് അത് പറയാൻ പറ്റാത്തത്? അത് പറയാൻ പറ്റാത്ത കാരണം ആയതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. അത് നിനക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? അതെന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മാറ്റാ. പിന്നെ അത് തന്നെ ഇങ്ങനെ ചോദിച്ച് ശല്യപ്പെടുത്തുന്ന എന്തിനാ? അത് മര്യാദയാണോ? അതെ, ഞാൻ ഗൗതം സാറിന്റെ ഭാര്യയല്ലേ, അതെനിക്കറിയണ്ടേ. അതെ, ഭാര്യ ഭർത്താക്കന്മാരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യോന്യം രഹസ്യങ്ങളുടെ താക്കോല് സൂക്ഷിപ്പുകാരെന്നല്ലല്ലോ അർത്ഥം. ഓരോരുത്തർക്കും ഓരോരോ പ്രൈവസി ഉണ്ട്. പ്രത്യേകിച്ച് ഒഫീഷ്യൽ കാര്യത്തിൽ ഒരാൾ മറ്റൊരാളെ വഞ്ചിക്കാത്ത കാലം അത്രയും അതൊന്ന് മനസ്സിലാക്കിക്കൂടെ? അതൊന്ന് മാനിച്ചുകൂടെ? അല്ല, ഗൗതം സാറിനോട് ഞാൻ ചോദിച്ചത് അതിന് മാത്രം വലിയ തെറ്റുവല്ലോ ആണോ? അത് എനിക്കറിയണമെന്ന് തോന്നി ഞാൻ ചോദിച്ചു. അത് തെറ്റൊന്നുമല്ല, അത് വാശി പിടിച്ച് ഇപ്പോഴേ അറിയണമെന്ന് നീ പറയുന്നില്ലേ, അതാ തെറ്റ്. സമയമാകുമ്പോൾ അത് ഞാൻ നിന്നോട് പറയും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നെന്താ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ നന്ദയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. ഗൗതം അങ്ങ് പോവുകയും ചെയ്തു. ഗൗതം പോയപ്പോൾ ഗൗതം സാറിന് വിളിച്ചിട്ട് പോലും ഗൗതം തിരിഞ്ഞു നിന്നില്ല. നമ്മുടെ നന്ദയാണെങ്കിൽ ഇതെന്താ ഒന്നും അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ നന്ദയും ഉള്ളത്. ഇതേസമയം നന്ദ വലിയ രീതിയിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് നന്ദയ്ക്കും അറിയില്ല. അഭിരാമി ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെ നമ്മുടെ ഗൗതമിന് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലേ. അപ്പൊ വീണ്ടും കാണിക്കുന്ന നമ്മുടെ നന്ദേനെ തന്നെയാണ്. അപ്പൊ നന്ദ ഇങ്ങനെ വല്ലാണ്ട് വിഷമിച്ച് ഇങ്ങനെ നടക്കുമ്പോഴേക്കും നമ്മുടെ പിങ്കി വരികയാണ്. അപ്പൊ പിങ്കി വന്നിട്ട് നന്ദയോട് ചോദിച്ചു, എന്ത് പറ്റി നന്ദ, എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹേയ് ഒന്നുമില്ലാന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ടെൻഷനൊക്കെ കാരണം ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അപ്പം വീണ്ടും നമ്മുടെ പിങ്കി ചോദിച്ചു, അതെ, ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ. അല്ല, നീ ഗൗതമിനോട് അഭിരാമിനെ കുറിച്ച് തിരക്കിയായിരുന്നോ? വല്ലതും അഭിരാമിനെ കുറിച്ച് പറഞ്ഞായിരുന്നോ ഗൗതം? അല്ല, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, നീ എന്തൊന്നും മിണ്ടാത്തത്? അത് ഞാൻ കേട്ടു പിങ്കി. എന്നിട്ട് എന്താ നീ മറുപടി നൽകാത്തത്? അത് ഞാൻ ചോദിച്ചപ്പോൾ പിന്നീട് പറയാന്നാ പറഞ്ഞത്. പിന്നീട് പറയാന്നോ? ദേ, എന്ത് സമയമാകട്ടെ എന്നാ ഈ ഗൗതം പറയുന്നത്? അല്ല, ഒരാള് ആരാണെന്ന് പറയുന്നതിന് ഇപ്പൊ എന്താ കുഴപ്പം? കബഡി നേരത്തിയിട്ട് നല്ല ദിവസവും മുഹൂർത്തമൊക്കെ നോക്കണോ? അത് പിന്നെ എനിക്കറിയില്ല പിങ്കി. ഗൗതം അങ്ങനെ പറഞ്ഞപ്പം നീ ഉടനെ അങ്ങ് സമ്മതിച്ചു കൊടുത്തോ? അത് പിന്നെ ഞാൻ വിളിച്ച ഉടനെ സാറ് വന്നില്ലേ പിങ്കി. പിന്നെ അവാർഡിന്റെ കാര്യം അറിഞ്ഞപ്പം വലിയ സന്തോഷത്തിലും ആയിരുന്നു. വെറുതെ കലഹിച്ച് സമാധാനം കളയേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിതൊന്നും ചോദിക്കാത്തത്. ഗൗതം വന്ന് 2 പഞ്ചാര വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് നീ ബാക്കിയെല്ലാം മറന്നല്ലേ നന്ദ? ഇതാ നന്ദ, നമ്മൾ പെണ്ണുങ്ങളെ ഏറ്റവും വലിയ കുഴപ്പം. ഇത്തിരി സ്നേഹം അങ്ങ് പൊതിഞ്ഞു തന്നാലേ പുരുഷന്റെ ഏത് വഞ്ചനയും തൊണ്ട തൊടാതെ അങ്ങ് മിഴുങ്ങും. അതാ സ്ത്രീകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്. കമ്മീഷണർ വന്നപ്പോ പറഞ്ഞത് എന്താ? ഗൗതം എവിടാണെന്ന് പോലും അറിയില്ല എന്നല്ലേ? അത് നീ മറന്നുപോയോ? നീ വിളിച്ചപ്പോ കിട്ടാതിരുന്ന ഗൗതത്തെ കമ്മീഷണർ വിളിച്ചപ്പോ കിട്ടി. അതെന്തുകൊണ്ടാ? അത് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ നന്ദയും ഓർത്തു, ശരിയാണല്ലോ എന്ന്. അപ്പൊ പിങ്കി പറഞ്ഞു, മനഃപൂർവമായ ഒളിച്ചുകളിയാ. അല്ല പിങ്കി, എന്തെങ്കിലും കാര്യം കാണുമെന്നോർത്ത് ഞാനങ്ങ് സമാധാനിച്ചതാ പിങ്കി, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്ത്. സാറ് ഉത്തരവാദിത്തമുള്ളൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളല്ലേ, അപ്പൊ നമുക്ക് അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? എല്ലാം നമ്മളോട് ചിലപ്പോൾ പറയാൻ പറ്റില്ലായിരിക്കാം. ഗൗതം ഏറ്റവും രഹസ്യ സ്വഭാവത്തിൽ ചെയ്യേണ്ട ഒരു മിഷൻ ആയിരുന്നു കാടൻ കൊല്ലി ഓപ്പറേഷൻ. അതുപോലും ഈ കുടുംബത്തിലെ എല്ലാവരോടും പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചത്? അത് എന്തുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത്? ഈ വീട്ടിലുള്ളവരോടുള്ള വിശ്വാസം കൊണ്ട്. പോലീസുകാർ മാത്രമല്ല, പട്ടാളം വരെയുള്ള വീടല്ലേ ഇത്. ഇവിടെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നന്നായിട്ട് രഹസ്യം സൂക്ഷിച്ച് അറിയാം എന്ത് പുറത്ത് പറയണം, എന്ത് പുറത്ത് പറയണ്ടെന്നൊക്കെ. അതുകൊണ്ട് തന്നെയല്ലേ ഗൗതം പറഞ്ഞത്? അല്ല, പിങ്കി പറഞ്ഞു വരുന്നത് എന്താ? ഓരോ ജോലിയുടെയും രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ നമ്മളെ ആരെയും പ്രത്യേകിച്ച് പഠിപ്പിക്കണ്ട എന്നാ ഞാൻ പറഞ്ഞു വന്നത്. അത് നിനക്ക് മനസ്സിലായില്ലേ? നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളല്ലായിരുന്നോ? ഗൗതത്തിന്റെ ഏത് രഹസ്യവും സൂക്ഷിക്കാൻ നിനക്ക് കഴിയില്ലേ? നീ പുറത്തു പറയുമോ? അതൊക്കെ നീ പുറത്തു പറയാൻ പോകുന്നുണ്ടോ? എന്നിട്ടും അഭിരാമി ആരാണെന്ന് തുറന്നു പറയാത്തത്
തുറന്നു പറയാത്തതിന് രണ്ടേ രണ്ട് അർത്ഥം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിന്നോടോ മറ്റാരോടോ പറയാനാവാത്ത ഒരു അവിഹിത ബന്ധമാണ് അഭിരാമിയായിട്ടുള്ളത്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം ആ ബന്ധം തീർത്തും ഇൻലീഗലാണ്. അതായിരിക്കും രണ്ടാമത്തെ അർത്ഥം. കമ്മീഷണർക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞാലേ ഗൗതം പ്രൊഫഷണലി അഭിരാമിയായിട്ടുള്ള ബന്ധം വെളിപ്പെടുത്തുന്നത് ഭയക്കുന്നു എന്നുള്ളതല്ലേ നമ്മൾ അർത്ഥമാക്കേണ്ടത്. ഏറ്റവും വലിയ ചാൻസ് ആദ്യത്തെ കാര്യത്തിന് തന്നെയാ, അവിഹിതത്തിന് തന്നെയാ ഇവിടെ ചാൻസ് കൂടുതലെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ നന്ദ ഒന്ന് ഞെട്ടി കേട്ടോ. അവിഹിതം എന്ന് പറഞ്ഞാൽ ഏത് ഭാര്യയും ഞെട്ടൂലോ. അല്ല പിങ്കി, ഗൗതം സാറിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അതാണ് നിന്റെ കുഴപ്പം, നിന്റെ ആദ്യത്തെ കുഴപ്പം. സ്നേഹം പെണ്ണിനെ അന്ധയും വിഡ്ഢിയുമാക്കും എന്നൊക്കെ പറയുന്നത് വാസ്തവം തന്നെയാ. അത് ശരിയാ പിങ്കി പറഞ്ഞത്. ചിലപ്പം എനിക്ക് കണ്ണ് കെട്ടിയ ഫീലിംഗാ. സംശയങ്ങൾ ചോദിക്കാൻ പോലും ഞാൻ മറക്കുന്നുണ്ട്. അങ്ങനെ സംശയങ്ങൾ ചോദിക്കാൻ മറന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിനല്ലേ നന്ദേ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ല, ഞാനിപ്പോ എന്താ പിങ്കി ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നീ ഒന്ന് പറയ്. തൽക്കാലം അഭിരാമി സ്വയം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം. അതാണ് വേണ്ടത്. അല്ല, അതെങ്ങനെ പിന്മാറും? അല്ല, നിനക്ക് ഗൗതത്തിന്റെ ഫോൺ ഒന്ന് എടുത്തു തരാൻ പറ്റുമോ? അതെന്തിനാ ഇപ്പൊ ഫോണൊക്കെ? അതില് അഭിരാമിയുടെ നമ്പർ കാണുമല്ലോ, നമുക്ക് അതിലേക്കൊന്ന് വിളിച്ച് സംസാരിച്ചു നോക്കാം. എന്ത് സംസാരിച്ചു നോക്കാനാ പിങ്കി? എന്തും സംസാരിക്കാലോ നന്ദ. വഴക്കോ ഭീഷണിയോ അപമാനിക്കലോ എന്ത് ചെയ്യാം. നമ്മൾ എന്തു പറഞ്ഞാലും കേൾക്കാനുള്ള ഉത്തരവാദിത്തം അഭിരാമിക്കുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അഭിരാമി സ്വയം ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവായി മാറിപ്പോക്കോളും. അതാണ് വേണ്ടത്. ഏതൊരു ബന്ധവും മുളയിലെ നുള്ളണം നന്ദ. അതിനുള്ള മരുന്ന ഈ ആക്ഷേപിക്കലും ഭീഷണിയും കുറ്റപ്പെടുത്തലും ഒക്കെ. അങ്ങനെയാകുമ്പോൾ തന്നെ അത് നിന്നോളും. പക്ഷെ അതെങ്ങനെ ശരിയാകും? കൂടുതലൊന്നും ഇപ്പം നന്ദ ആലോചിക്കേണ്ട. ഗൗതമിന്റെ ഫോൺ എടുക്കാൻ പറ്റുമോ ഇല്ലയോ? എടുക്കാൻ പറ്റുമെങ്കിൽ അതെടുക്ക്. അതൊക്കെ പറ്റും പിങ്കി. സാറ് കുളിക്കാൻ പോകുന്ന സമയമാണ്. ആ സമയത്ത് വേണമെങ്കിൽ എനിക്ക് ഫോൺ എടുത്തോണ്ട് വരാം. പക്ഷേ പാസ്വേഡ് ഉണ്ടാവുമോ എന്താ? പാസ്വേഡ് എങ്ങനെ നമ്മൾ മാറ്റും? പാസ്വേഡൊക്കെ എനിക്ക് അറിയാം പിങ്കി. പാസ്വേഡൊക്കെ അറിയാലോ. ഓക്കെ, വെരി ഗുഡ്. എങ്കിൽ പിന്നെ നമ്മുടെ കാര്യം ഓക്കെ ആയെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. നീ പോയി ഫോൺ എടുത്തോണ്ട് വാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഏതായാലും നന്ദ നേരെ ചെല്ലുകയാണ് ഗൗതമിന്റെ അടുത്തേക്ക്. പിങ്കിക്ക് വേറെ ഒന്നും അല്ല കേട്ടോ, ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ നന്ദേനെ കൂട്ടുപിടിച്ചേക്കുന്നത്. നമ്മുടെ ഗൗതമിന് ഒരു ബന്ധമുള്ളത് ഒരിക്കലും നമ്മുടെ പിങ്കിക്ക് സഹിക്കില്ല, അത് താങ്ങാനും ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൗതം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ടേക്കാട്ടോ നന്ദ ചെല്ലുന്നത്. നന്ദ ചെല്ലുന്നത് തന്നെ ഒരു പരിഭ്രമത്തോടു കൂടിയാ. വലിയ കള്ളത്തരം ഒന്നും നമ്മുടെ നന്ദയ്ക്ക് കാണിക്കാൻ അറിയില്ലാത്തത് കൊണ്ട് തന്നെ വല്ലാത്ത പേടിയോട് കൂടിയാ നിൽക്കുന്നത്. ആ ഫോണൊന്നും എടുക്കണമല്ലോ. അപ്പൊ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഫോണ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഇങ്ങനെ പരുങ്ങുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം ചോദിച്ചു, എന്ത് പറ്റി നന്ദ? എന്താ പറ്റിയത്? എന്താ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല സാറേ. ഒന്നുമില്ലെന്നോ? അല്ല, താനെന്തോ പറയാൻ വന്നതുപോലെ. ഒന്നുമില്ല സാറേ എന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ ഞാൻ കുളിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ആ ഫോണും കൊണ്ട് കുളിക്കാൻ പോകാനായിട്ട് നമ്മുടെ ഗൗതം തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഈശ്വര, ഫോണും കൊണ്ട് കയറിയില്ലോ, ഫോൺ എടുക്കാൻ വന്നതാ, ഇപ്പൊ ഫോണും കൊണ്ട് കയറിയില്ലോ എന്ന് പറഞ്ഞപ്പം നമ്മുടെ ഗൗതം പറഞ്ഞു, ഹേയ് നന്ദ, ഈ ഫോൺ അങ്ങോട്ട് വെക്കാൻ പറഞ്ഞ് ഫോൺ അങ്ങ് കൊടുക്കുകയും ചെയ്തു. നമ്മുടെ ഗൗതം കുളിക്കാനും കയറി. ഏതായാലും വിചാരിച്ചതുപോലെ തന്നെ നമ്മുടെ നന്ദയ്ക്ക് ഫോൺ കയ്യിൽ കിട്ടി. ഈ ഫോണുമായിട്ട് നേരെ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പിങ്കിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഫോൺ കിട്ടിയോന്ന് ചോദിച്ചു പിങ്കി. കിട്ടി പിങ്കി എന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ നമുക്ക് അഭിരാമിയുടെ നമ്പർ നോക്കാമെന്ന് പറഞ്ഞു. അല്ല, നീ ഒരു കാര്യം ചെയ്യണം കേട്ടോ നന്ദ. നീ ഫോൺ വിളിച്ചിട്ട് നീ ഗൗതമിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് സംസാരിക്കണം. ഞാൻ ഗൗതമിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് അഭിരാമിയോട് സംസാരിക്കാനോ? അയ്യോ, എനിക്ക് പേടിയാ പിങ്കി. എൻ്റെ പൊന്നു നന്ദ, നീ ഒന്ന് സമാധാനപ്പെട്. ഇങ്ങനെയൊക്കെ പോയില്ലെങ്കിലുണ്ടല്ലോ ഗൗതമിനെ നിനക്ക് നഷ്ടമാവും, നീ അത് ഓർത്തോ. അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യണം. അല്ല, പിങ്കി ഒരു കാര്യം ചെയ്യുക, പിങ്കി തന്നെ അങ്ങ് സംസാരിക്കുക. പിങ്കി തന്നെ പറ, ഗൗതമിന്റെ ഭാര്യയാണ്, ഞാൻ അളകനന്ദയാണെന്ന്. ഞാനാണെന്നുള്ള രീതിയിൽ പിങ്കി അങ്ങ് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിക്ക് കിട്ടിയ ഒരു അവസരമല്ലേ നമ്മുടെ ഗൗതമിന്റെ ഭാര്യയായിട്ട് വരസാന്. എന്നാ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് നേരെ ഫോൺ വിളിച്ചപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്. റിങ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ അഭിരാമിനെ കാണിക്കുകയാണ്. അഭിരാമി ആ ഫോൺ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഗൗതമാണ്. എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നതായിരിക്കും, എടുത്തേക്കാന്ന് പറഞ്ഞ് എടുത്തു. നമ്മുടെ അഭിരാമി എടുത്ത് ഹലോ എന്ന് വെച്ചതും ഈ അളകനന്ദയും പിങ്കിയും കൂടെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്
നമ്മുടെ ഗൗതമല്ല സോറി അർജുൻ കണ്ടു. അർജുൻ ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് പിങ്കി അങ്ങോട്ട് ഫോൺ താത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അർജുൻ ചോദിച്ചു, എന്ത് പറ്റി രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കുന്നതല്ല, ഇങ്ങനെ രണ്ടുപേരും കൂട്ടം കൂടി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ചോദിച്ചാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏയ് ഒന്നുമില്ല അർജുൻ എന്നിങ്ങനെ നമ്മുടെ നന്ദ വളരെയധികം കള്ളത്തരം ഇല്ലാത്തതുപോലെ പറയാൻ ശ്രമിച്ചതാണ്. പക്ഷേ നന്ദയ്ക്ക് കള്ളത്തരം പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മുടെ അർജുൻ പറഞ്ഞു, എന്തോ ഉണ്ടല്ലോ രണ്ടുപേർക്കും. അല്ല പിങ്കി, ഇതെന്താ 2 ഫോണാണല്ലോ കയ്യിലിരിക്കുന്നത്, ഇതേതാ 2 ഫോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കിക്ക് അങ്ങ് പരിഭ്രമമായി പോയിട്ട്. അപ്പം നന്ദ പറഞ്ഞു, അത് പിന്നെ അത് ഗൗതം സാറിന്റെ ഫോണാന്ന് പറഞ്ഞു. ഗൗതം സാറിന്റെ ഫോണോ, അതെന്തിനാ? അത് ഞങ്ങള് മനസ്സിലായി, ഇൻവെസ്റ്റിഗേഷൻ എടുത്തോണ്ട് വന്നതാണല്ലേ. അല്ല ഈ തരപരിപാടി എന്താ പിങ്കി, നിന്റെ ബുദ്ധിയാണോ? ഏതായാലും വളരെ ചീപ്പായി പോയി. ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഒരാളുടെ ഫോൺ എടുത്തോണ്ട് വരിക, അത് കുത്തി തുറന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തറ പരിപാടിയായി പോയി. പിങ്കി ഇത് ചെയ്യുന്ന എനിക്കറിയാം, പക്ഷെ നന്ദ ഇത് ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുണ്ട്. ഇപ്പം അത് പിന്നെ അർജുൻ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ഗൗതം അവിടെ നിന്ന് ഫോൺ വിളി വന്നിട്ട് ഗൗതം അവിടെ നിന്ന് വിളിച്ചിട്ട്, നന്ദ എൻ്റെ ഫോൺ എൻ്റെ ഫോൺ കണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഫോൺ പിങ്കിയുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് അർജുൻ എടുത്തുകൊണ്ട് പോയി നേരെ നമ്മുടെ ഗൗതമിന് കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ, ഈ ഫോണൊക്കെ സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിക്കണം, ഇല്ലെങ്കിലുണ്ടല്ലോ പല രഹസ്യങ്ങളും ചോരും എന്ന് ഓർത്തോണം എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ഗൗതം ഒന്ന് ഞെട്ടിപ്പോയി ആ ഫോൺ എടുത്ത് അർജുൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും. അപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം പതുക്കെ നന്ദേനെയും പിങ്കിനെ നോക്കിയിട്ട്, മനസ്സിലായി അർജുൻ മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കേട്ടാന്നും പറഞ്ഞിട്ട് നമ്മുടെ അർജുൻ അങ്ങ് പോയി. ഏതായാലും ഫോണുമായിട്ട് പിങ്കിയല്ല ഗൗതം അകത്ത് പോയി. നമ്മുടെ പിങ്കി നന്ദയാണെങ്കിലും നാണം കെട്ട് വെളുത്ത് നിൽക്കുക. അങ്ങനെ പിങ്കി പറഞ്ഞു, ഈ അർജുൻ ഇങ്ങനെ തന്നെയാ, എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് പൊളിച്ച് കൈ തരും. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ ചോദിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? തൽക്കാലം എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യണ്ട, അത് തന്നെയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിങ്കി അങ്ങ് പോയപ്പോഴത്തേക്ക് നന്ദ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് വല്ലാത്ത ടെൻഷനിലായിട്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഇന്ത്യവരം തറവാട്ടിലെ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ അരുന്ധതി ഒരു തീരുമാനം അവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ അർജുൻ ചോദിച്ചു, എന്ത് കാര്യമുള്ളത്, എല്ലാവരും ചുറ്റും വിളിച്ചു നിർത്തിയേക്കുന്നത് എന്തിനാ, എന്തോ തീരുമാനം എടുക്കാനുണ്ടല്ലോ അതിനാന്ന് പറഞ്ഞപ്പം, അതെ അതിന് തന്നെയാ മക്കളെ ഞാൻ എല്ലാവരെയും വിളിച്ചിവിടെ നിർത്തിയേക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അരുന്ധതി പറയാ, അതെ ഇത് ഒരു പഴക്കമുള്ള പെട്ടിയാണ്, ഈ പെട്ടിക്കകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ വീട്ടിൽ ഞാൻ മരുമകളായിട്ട് വന്നപ്പോൾ മഹാദേവേട്ടൻ്റെ അമ്മ എനിക്ക് തന്ന കുറച്ച് വിലപ്പെട്ട സാധനങ്ങൾ, മോഹിനിക്കും ലക്ഷ്മിക്കും ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇതെൻ്റെ കയ്യിൽ അമ്മ തന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവരവിടെ നിന്നിങ്ങനെ ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അതിനകത്തുനിന്ന് കുറച്ച് സ്വർണ്ണമാലകളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ സ്വർണ്ണമാലകളൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഏതായാലും നമ്മുടെ പിങ്കിക്ക് വലിയ സന്തോഷമായി. പിങ്കിയുടെ വിചാരം ഇത് ചിലപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പിങ്കിക്ക് കൈമാറാനായിരിക്കും. അപ്പോൾ അരുന്ധതി പറഞ്ഞു, ദേവേട്ടൻ്റെ അമ്മ തന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഭരണം ഇതാന്ന് പറഞ്ഞ് ഒരു മാല ഇങ്ങനെ പൊക്കി കാണിച്ചു. അപ്പോൾ മോഹിനി ചോദിച്ചു, ഇതിപ്പോൾ ഏടത്തി ഞങ്ങളെ കാണിച്ച് കൊതിപ്പിക്കുന്ന എന്തിനാ, തരാനാണെങ്കിലും വേണ്ടില്ല, ഇത് തരത്തുമില്ലല്ലോ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഇത് എന്ത് വർത്താനമാ, ഏടത്തി ഒന്ന് സന്തോഷത്തോടെ കാണിച്ചു എന്ന് വെച്ച് അത് സ്വന്തമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അത് അത്യാഗ്രഹമല്ലേ? ഇതിനെയൊക്കെ അത്യാഗ്രഹം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അർജുൻ പറഞ്ഞു, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതെ ആര് കണ്ടാലും മോഹിച്ചു പോലും, അതുപോലെ രസമുണ്ടല്ലേ പിങ്കി എന്ന് ചോദിച്ചപ്പം, എനിക്കും ഇഷ്ടപ്പെട്ടു, എന്നെങ്കിലും വല്യമായി ഇത് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ തന്നേക്കണേ. ഇത് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ട് തന്നെ ഈ പെട്ടി തുറന്നതെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടെ പിങ്കിക്ക് സന്തോഷമായി, ഇത് പിങ്കിക്കുള്ളതാണോ? അപ്പോഴത്തേക്ക് നമ്മുടെ മോഹിനി പറഞ്ഞു, അല്ല ഇത് പിങ്കിക്ക് കൊടുത്താൽ എങ്ങനെയാ ശരിയാവുന്നത്, പവിത്ര ഈ വീട്ടിലെ മരുമകളല്ലേ? അങ്ങനെയാണെങ്കിൽ നന്ദ ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ? ഇവിടെ പിങ്കിന്നോ നന്ദയെന്നോ പവിത്രയെന്നോ വല്ല വ്യത്യാസമുണ്ടോ? എല്ലാവരും ഈ വീട്ടിലെ മരുമകളാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ പറഞ്ഞു, ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ ഞാനില്ല അമ്മായി, ഇത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി പറഞ്ഞു, കിട്ടാത്ത മുന്തിരി പുളിക്കും, അതുകൊണ്ടല്ലേ ഇപ്പം നന്ദ ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞു, എന്താ പിങ്കി നീ വീണ്ടും തുടങ്ങിയോ നന്ദയ്ക്കെതിരെ നിൽക്കാന്? അല്ല ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞതാണ് എൻ്റെ അർജുനെ. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, വെറുതെ എല്ലാവരും തമ്മിൽ ഇങ്ങനെ തർക്കിക്കൊന്നും വേണ്ട, ഏടത്തി തന്നെ പറഞ്ഞാൽ മതി ഇത് ആർക്കാണെന്നുള്ള കാര്യം. അതിപ്പം ചോദിക്കാനൊന്നുമില്ലല്ലോ, ഇത് പിങ്കിക്ക് തന്നെ ആയിരിക്കുമല്ലോ. ഞാനൊരു പക്ഷാഭേദക്കാരിയല്ലേ, അപ്പം അങ്ങനെ തന്നെ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഇത് കേട്ടപ്പോഴത്തേക്കും പിങ്കിക്ക് ഒന്നും കൂടെ സന്തോഷം കൂടി കേട്ടോ. അപ്പോൾ ഇത് ഉറപ്പിച്ചു പിങ്കിക്കുള്ള മുതലാണെന്ന്. അങ്ങനെ നമ്മുടെ അമ്മായി പറഞ്ഞു, നിങ്ങളെല്ലാവരും വിചാരിച്ച കാര്യം തെറ്റി കേട്ടോ, ഇതേ ഞാൻ നന്ദമോൾക്ക് കൊടുക്കാനാണ് പോകുന്നതെന്ന്. ഇത് കേട്ടത് നന്ദയും ഞെട്ടി, സത്യം പറഞ്ഞ പിങ്കിയും ഞെട്ടി, അവിടെ ഇരുന്ന് എല്ലാവരും ഞെട്ടി. നമ്മുടെ
അമ്മായിക്ക് ഏറ്റവും ഇഷ്ടം പിങ്കിനെയാണല്ലോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഞെട്ടിയപ്പോഴത്തേക്കും നമ്മുടെ അരുന്ധതി ചോദിച്ചു, ഇതെന്താ ആർക്കും വിശ്വാസമില്ലേ? പിന്നെ ആർക്കും വിശ്വാസമില്ല, വല്യമ്മ ഞങ്ങളെ ഫൂളാക്കുക എന്ന് പവിത്ര പറഞ്ഞു. ഏയ് ഫൂളാക്കുന്നൊന്നും അല്ല, ഇത് നന്ദയ്ക്കുള്ളത് തന്നെ, ഇത് നന്ദയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തതെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ നന്ദ പറഞ്ഞു, അയ്യോ വല്യമ്മ എനിക്ക് വേണ്ട, ഇത് പിങ്കിക്ക് കൊടുത്തോ. അതെ ഞാനാ തീരുമാനിക്കുന്ന നന്ദ, ഇത് നന്ദയല്ല തീരുമാനിക്കേണ്ടത്, നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് നന്ദേനെ വിളിച്ചു. അയ്യോ വല്യമ്മേ വേണ്ട വല്യമ്മേ, നന്ദ ഞാൻ പറഞ്ഞ അങ്ങോട്ട് വന്നോളെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് ചെന്നു, നന്ദയുടെ കഴുത്തിലേക്ക് ആ മാല ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പിങ്കിക്കാണ് കുശുമ്പും അസൂയൊക്കെ മൂത്ത് നിൽക്കുക. അങ്ങനെ നമ്മുടെ അരുന്ധതി പറഞ്ഞു, നീ ഒരു എടുത്തുചാട്ടക്കാരിയാണെങ്കിലും ഉത്തരവാദിത്വം ഇല്ലാത്തവളാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ശ്രമിച്ചിട്ടും ഓർത്തിട്ടും ഒക്കെയുണ്ട്. പക്ഷേ നിന്റെ എല്ലാ ഉത്തരവാദിത്വവും പഠിത്തത്തിലായിരുന്നു എന്ന് നിന്റെ പ്രൊഫസർ പറഞ്ഞപ്പോഴാ ഞാൻ സത്യം പറഞ്ഞ അത് ചിന്തിച്ചത്. മിടുമിടുക്കി നാളത്തെ ചടങ്ങിലേ നിന്റെ കൂടെ വരാൻ കഴിയുന്നത് എൻ്റെ മാത്രമല്ല ഇവിടുത്തെ എല്ലാവരുടെയും ഭാഗ്യമാണ്, അഭിമാനം എല്ലാവർക്കും. ഇപ്പം നിന്നെക്കുറിച്ച് ഓർക്കുമ്പം ആ സൗഭാഗ്യം ഇന്ത്യവരത്തിലേക്ക് കൊണ്ടുവന്ന നിനക്ക് തന്നെയല്ലേ ഇത് ഞാൻ തരേണ്ടത്. ഇതിനുള്ള അർഹത നിനക്കല്ലാതെ വേറെ ആർക്കാ നന്ദയുള്ളതെന്ന് ചോദിച്ചപ്പം എനിക്കൊന്നും വേണ്ട വല്യമ്മേ. വല്യമ്മ 2 വാക്ക് പറഞ്ഞല്ലോ, അതാ സത്യം പറഞ്ഞ എനിക്ക് ഏറ്റവും വലുത്, അതാ എൻ്റെ ആത്മസംതൃപ്തിയൊക്കെ. ദേ എനിക്കും വേണ്ടേ നന്ദമോളെ ഒരു തൃപ്തി, അതിന് ഇത് നീ സ്വീകരിക്കണം, നീ ഇത് കഴുത്തിലിടണം എന്നും പറഞ്ഞ് നമ്മുടെ നന്ദയ്ക്ക് അത് കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും അത് കഴുത്തിലിട്ട് കൊടുക്കുന്നത് കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നമ്മുടെ പിങ്കിക്ക് പറയാനൊന്നും ഇല്ലല്ലോ, പിങ്കി ഇനിയിപ്പോൾ കുശുമ്പും അസൂയയും മൂത്ത് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായി എത്രയും വേഗം വരാം. അതുവരെ എല്ലാവർക്കും